മഴയുണ്ടേ ചേട്ടാ. ഇവർ രണ്ടുപേരുമാണ് ഒറ്റാലിലൂടെ എനിക്ക് സിനിമയിലും അതുപോലെ തന്നെ ജീവിതത്തിലും കിട്ടിയ രണ്ട് വലിയ വലിയ വ്യക്തികൾ. കാരണം അറിഞ്ഞോ അറിയാതെയോ സിനിമയിൽ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുന്നു, ദൈവം നമുക്ക് ഒരു വഴി കാണിച്ചു തരുന്നു അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരുന്നു. അങ്ങനെ ഈ പ്രകൃതിയോടൊപ്പം തന്നെ എൻ്റെ സിനിമയിലേക്ക് എനിക്ക് തന്നതാണ് വാസവൻ ചേട്ടനെയും കുട്ടപ്പായിയും. കുട്ടപ്പായി നിൻ്റെ ഒറിജിനൽ പേര് പറ, എനിക്ക് മറന്നു എപ്പോഴും. അഷന്ത് ഷാ. ഈ പ്രാവശ്യം അഷന്ത് കേശ. അപ്പം ഈ പ്രാവശ്യം നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ കുട്ടിക്കും കൂടെ എന്തെങ്കിലും ഒരു പ്രോത്സാഹനം കിട്ടിയിരുന്നെങ്കിൽ. വലിയ പഞ്ചായത്തിനെ കുഴപ്പമില്ല, ഇവിടുത്തെ വലിയ സ്റ്റാറായി. പക്ഷേ അശാന്ത്, ഈ സിനിമ കാണുന്നവരൊക്കെ നിന്നെ എപ്പോഴും കേട്ടോ അപ്രിഷ്യേറ്റ് ചെയ്യുക. അവാർഡൊന്നും ഇല്ലെന്നും കുഴപ്പമില്ല, ചെറുപ്രായത്തിലാവാതെ അവാർഡ് കിട്ടാതിരിക്കുക നല്ലത് കേട്ടോ. ഒറ്റാൽ എന്ന സിനിമയ്ക്ക് ഏറ്റവും മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള അവാർഡ് കിട്ടി. പ്രകൃതി. അപ്പോൾ ഈ പ്രകൃതി അതെ. അപ്പോൾ ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സിനിമയ്ക്ക് നമ്മൾ ആ സിനിമയുടെ അന്തരീക്ഷം നമ്മൾ എവിടെ ചിത്രീകരിക്കുന്നു. ഇപ്പോൾ പല സിനിമകളും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിക്കും. ഇപ്പം ഒരു സിനിമയ്ക്ക് എപ്പോഴും ഒരു കടപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആ സിനിമയിലൂടെ ആൾക്കാരോട് പറയാൻ ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് പ്രകൃതി ഇതുപോലെ നിലനിർത്തേണ്ടത്, പ്രകൃതി നിലനിന്നാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എന്നൊക്കെ നമുക്ക് പറയാൻ ബാധ്യതയുണ്ട്. അതുപോലെ ഈ നമ്മൾ പോലും കാണാത്ത ഒരുപാട് കായലിലൊക്കെ നെല്ലിന് മരുന്നടിക്കുന്നു. ആ മരുന്ന് മുഴുവൻ കായലിലെ വെള്ളത്തിലേക്ക് വരുന്നു. ഹൗസ് ബോട്ടിലെ വേസ്റ്റുകൾ മുഴുവൻ കായലിലേക്ക് വരുന്നു. ഇങ്ങനെ വന്ന് കുറേ കാലം കഴിയുമ്പം ഇത് മുഴുവൻ ഒരു വിഷഭൂമിയായി മാറും അല്ലേ. ഇത്രയും ഭംഗിയുള്ള സ്ഥലം മുഴുവൻ ഒരു വിഷഭൂമിയായി മാറും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഈ ദേശാടന പക്ഷികളൊക്കെ വരുന്നില്ലേ, ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കായലിൽ വന്നിറങ്ങുന്ന എയർക്രാഫ്റ്റുകൾ വരാൻ പോവുകയാണ്. അപ്പം ടൂറിസത്തിൻ്റെ പേരിൽ വരുന്ന ആ വികസനം ഇവിടെ ദേശാടന പക്ഷികൾ വന്ന് ഈ കായൽപ്പരപ്പിലാണ് ഇങ്ങനെ വന്ന് അവർ വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതും പിന്നീട് ഇവിടെ വന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് പോകുന്നതൊക്കെ ഈ കായൽപ്പരപ്പിലുള്ള ആരും ശല്യപ്പെടുത്താതിരിക്കുന്നുണ്ടാണ്. പിന്നെയും എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം കൊണ്ടും അവരിനി വരാതാവും. അപ്പോൾ അതിലൂടെ നമുക്ക് നഷ്ടമാകുന്ന എന്താ, പ്രകൃതിയിൽ നമുക്ക് അവർ പോലും അല്ലെങ്കിൽ പക്ഷികൾ പോലും വരാത്ത ഒരു സ്ഥലമായി മാറും.